ശിഷ്യന്മാർ ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും, നീ ശരിയല്ല, നീ വയ്ക്കോ ദർസിന്ന്, അങ്ങനെ പറഞ്ഞിടും. കാരണം അവന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അവന്റെ മുഖം കാണുമ്പോൾ, അവന്റെ വജിഹ് കാണുമ്പോൾ തന്നെ പറയാ അവൻ ഏകദേശം കോലം കെടും. അങ്ങനെ പറഞ്ഞു വിട്ട എത്ര ആളുകളുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയൊരു മഹാനാണല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. വലിയ മഹാനാണ്. വല്യപ്പയായിട്ട് തഴവസ്ഥാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു, ആത്മീയമായ ബന്ധം, വലിയ കൂട്ടുകെട്ട മസാലകൾ എപ്പോഴും ചർച്ച ചെയ്യും അവരുമായി. അദ്ദേഹം ദർസ് നടത്തി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവിടെ ഒരു ശിഷ്യനെ അദ്ദേഹം ഇറക്കി വിട്ടു എന്നാണ്. അവനോട് ഒന്നുമില്ല, ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ സബയ്ക്ക് വന്നിരുന്നപ്പോൾ പറഞ്ഞു, നീ വെക്കോ, പെട്ടിങ് താവെടുത്ത് വേഗം വെക്കോളാൻ പറഞ്ഞു. കുട്ടികളും കമ്മിറ്റിക്കാരും ഒന്നായിട്ട് ഇടപെട്ടു. എല്ലാവരും പറഞ്ഞു, നല്ല കുട്ടിയാണല്ലോ, നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണല്ലോ, നല്ലതുപോലെ പഠിക്കുന്ന കുട്ടി, നല്ല വിവരമുള്ള കുട്ടിയാണ്, എന്തിനാ അവനെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ ഉൾപ്പെടെ ഉസ്താദിനോട് തെറ്റി. ഉസ്താദ് ഒന്നും വേണ്ടിയില്ല, അതൊക്കെ പിന്നീട് കാണാമെന്ന് പറഞ്ഞു. ഒരു മാസം തികഞ്ഞില്ല, കോളേജിന്റെ മുന്നിൽ, സ്ഥാപനത്തിന്റെ മുന്നിൽ ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി. അതിന്റെ മുകളിൽ നിന്ന് സുവിശേഷ പ്രസംഗം. ക്രൈസ്തവ മതത്തിലേക്ക് പോയി അവരുടെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിക്കുക. ഇതേ മനുഷ്യൻ കുഫ്രിയത്തിന്റെ അടയാളം അവന്റെ മുഖത്ത് കണ്ടു. ഉസ്താദ് അവരുകൾ മനസ്സിലാക്കണം അങ്ങനത്തെ ആലിമീകൾ. കാരണം എന്താ, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാ. അവർക്കതിന് സാധിക്കും. അങ്ങനെ ചിലപ്പോൾ എത്ര പേരെ ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും. അന്ന് പഠിക്കുന്ന കൂടെ ഉള്ളവരൊക്കെ എന്ത് കാര്യം, ഉസ്താദ് വിട്ട് അവൻ നല്ലപോലെ പഠിക്കുന്നവർ, പക്ഷെ പിന്നീട് അവരുടെയൊക്കെ ജീവിതം ഇന്ന് നോക്കിയാൽ മതി. അതേസമയത്ത് ഉസ്താദിന്റെ അടുത്ത് ക്ഷമിച്ച് സഹിച്ച്, ഉസ്താദ് അങ്ങോട്ട് വിട്ടിട്ടുണ്ടാവും, ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടാവും, കുറച്ചു നേരം വെളിയിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് പഠിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നിർത്തിയിട്ടുണ്ടാവും. അന്ന് നിന്ന ആളുകൾ ഇന്ന് ബാക്കി ബിരുദമൊക്കെ എടുത്ത് മഹല്ലുകളിൽ സുത്യർഹമാകുന്ന സേവനം അനുഷ്ഠിക്കുന്ന എത്രയോ ആളുകൾ അൽഹംദുലില്ലാഹി സദസ്സിലുണ്ട്. അന്ന് ക്ഷമിച്ചു നിന്നതിന്റെ ആ ഒരു പൊരുത്തം അത് കിട്ടിയ എത്ര ആളുകളുണ്ടാവും. നിസ്സാര കറ്റലല്ല. അതാണ് വസ്തിബാറുൻ, ക്ഷമ വേണം. നല്ല ഉസ്താദിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഇർഷാദ് ഉസ്താദ്, നല്ല ഉസ്താദിന്റെ അടുക്കൽ പോകണം. വൈദ്യ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ, ആലിമീങ്ങളുടെ അടുത്ത് പോയിട്ട് ഇൽമു പഠിച്ചു. 33 കൊല്ലം അദ്ദേഹം ഇൽമു നുകർന്നു. അതുകൊണ്ട് തന്നെ 40 വർഷം പിന്നീട് ദർസ് നടത്തി. 40 കൊല്ലം ഉസ്താദ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. 33 കൊല്ലം. അള്ളാഹു ഇനിയും അള്ളാഹു ആഫിയത്ത് തരട്ടെ. വതൂലു സമാനിൻ, അവസാനമായി പറയുന്നു, 6ാമത്തത് മുതഅല്ലിമാകണമെങ്കിൽ, ആലിമാകണമെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ടത് തൂലു സമാൻ, കുറച്ച് കാലം, ദീർഘകാലം പഠിക്കണം. അല്ലാതെ തുടക്കം മാത്രം ഓതിയിട്ട് എന്നെ വിട്ടേക്ക് ഉസ്താദെ, തമ്മത്തിൽ കിതാബെന്ന് പറയാതെ എൻ്റെ പൊന്നുമോൻ പോകരുത്. ഉസ്താദ് പറയും, അവിടെ നിന്ന് ഓദിക്കോ, ഫുൾ ഓതിയിട്ട് പോവാം. അങ്ങനെ പരിപൂർണമായി ഓദിച്ച് റാഹത്താക്കി മക്കളെ പറഞ്ഞേക്കുക. അവർ സ്വന്തം മക്കളെക്കാൾ സ്നേഹം കൊടുക്കണം. സ്വന്തം മക്കളെക്കാൾ സ്നേഹമാണ് അവർ കൊടുക്കുന്നത്. പാപ്പ മകന് കൊടുക്കുന്ന സ്നേഹമല്ല ഉസ്താദുമാര് മക്കൾ. കാരണം അവർ ആത്മീയമായ ഉയർച്ചയിലേക്ക് മക്കളെ എത്തിക്കാൻ അവരുടെ സർവ്വതും ഉസ്താദാണ്. അതുകൊണ്ടല്ലേ ഈ ഇരിക്കുന്നതാകുന്ന ആലിമീങ്ങളിൽ അധികവും അവർ ഗൾഫിൽ പോകാൻ വേണ്ടി വന്ന് പറയും. ഉസ്താദ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നിനക്കത് പോലെ ഹൈറല്ല, നിനക്ക് നാട്ടിൽ ജോലി ആയിക്കോ, നീ ആ മദ്രസയിലും മാലിന്യമായിക്കോ, ചെറിയ ശമ്പളമായിരിക്കും, 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിലൊരു ബർക്കത്തുണ്ട്, അത് മതി, നിനക്കെന്ന് മതി പറഞ്ഞ ഉസ്താദുമാരുണ്ടാവും. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ടാവും. നിന്റെ ആ ദർസ് നോക്കി നീ നടത്തിക്കോ, റാഹത്തായിട്ട് ദർസ് നടത്തി മുന്നോട്ട് പോയിക്കോ, ആ കുട്ടികളെ നീ കളയണ്ട, വൃത്തിയായിട്ട് ദർസ് നടത്തിക്കോ എന്ന് കിതാബ് തിരിയുന്ന ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്ന് അദ്ദേഹത്തിന് തിരിയുന്നുണ്ടാവും. അൽഹംദുലില്ലാഹ്, എനിക്കും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾക്ക് ഇന്ന് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഇസ്സത്തോടുകൂടി മഹല്ല് റാഹത്തായി നടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകി. ഇന്നവരത് മനസ്സിലാക്കുന്നു. അതാണ് ഒരു വാക്കിൻ്റെ വില. എല്ലാം അവരുടെ ദുനിയാവും ആഖിറവും ഉസ്താദാണ്. അതാണ് അത്. ആ രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കണം നല്ല സാലിഹായ ഉസ്താദിനെ. അങ്ങനെ ഒരു ഉസ്താദിനെയാണ് നമ്മുടെ നാടിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ നാട്ടുകാരന് അള്ളാഹു, ഈ നാട്ടിൽ ജന്മം നൽകാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തത്. അള്ളാഹു അവരെ കബൂലാക്കുമാറാവട്ടെ. അവരെ ആദരിക്കുന്നതിലൂടെ അള്ളാഹു നമുക്കൊരു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആലിമിനെയാണ് നമ്മൾ ബഹുമാനം. ഇക്റാമുൽ ഉലമാ, പണ്ഡിതന്മാരെ നമ്മൾ ആദരിക്കുന്നു. അത് നമുക്ക് പണ്ട് മുതലേ തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിക്കാൻ പറഞ്ഞവരെ നിന്ദിക്കുക. പിന്നെ അതിൽ കറിവേപ്പിലുണ്ടാകും, മോശപ്പെട്ടവനുണ്ടാകും. അത് നമ്മൾ കണ്ട്. അതിലപ്പോൾ കാട്ടിൽ ഇന്നോവ വെച്ചൊക്കെ പിടിക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മോശപ്പെട്ട ആളുകളുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിലുള്ള ആളുകൾ, അവരെ കണ്ടിട്ട് ഇവരെല്ലാവരും അതിൽപ്പെട്ടതാണ്, ആലിമീങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ചിലർ ചർച്ച ചെയ്യുന്നുണ്ട്, ചാനലിലൊക്കെ ചർച്ച, ഭക്ഷണം ഇനി ആലിമീങ്ങൾക്കാരും കൊടുക്കണ്ട. എടാ, നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയൽ. നമ്മൾ അതാ പറഞ്ഞത്, ആശാരിയായാലും പള്ളിയിലെ മുസ്ലിയാരായാലും വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമുണ്ട്. അവനാ ശ്രദ്ധിക്കേണ്ട ബാബ് ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ നിർത്തേണ്ട അടുത്ത് നിർത്തണം.
നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. സ്ത്രീകളുമായിട്ട് കൊഞ്ചിക്കൊഴിയൂല്ല യഥാർത്ഥ ആലിമീകൾ. അവരെ ബഹുമാനം വെക്കും. അവരുടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും കാണാൻ സാധിക്കൂല. അവർ സംശുദ്ധത വെക്കും അത്തരത്തിലുള്ള ആലിമീങ്ങളെ. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാ സനതു ഇംറഅതു നബിയ്യൻ ഖത്തു. ഒരു പ്രവാചകൻ വ്യഭിചരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പ്രവാചകന്റെ ഭാര്യമാരും വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ പ്രവാചകന്മാരിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഈ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അൽ ഉലമാ. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മക്കൾക്ക് മൂന്നാമതായി കൊടുക്കേണ്ടത് അതാണ്, ഇൽമു കൊടുക്കണം. വയുഅല്ലിമഹുൽ കിതാബ്. നമുക്ക് 5 മക്കളുണ്ടാകും, ഒരുത്തനെയെങ്കിലും ആലിമായി നമ്മൾ അയക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചവരല്ല. എന്നല്ല, മക്കൾക്ക് മുഴുവൻ ഖുർആൻ പഠിപ്പിക്കണം. അലിമാക്കൽ വേറെ, ഖുർആൻ എല്ലാവർക്കും പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ഭൗതികം. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. എത്ര വലിയ ബിരുദം നമ്മൾ കൊടുത്തോ, ഭൗതികത്തിൽ കൊടുത്തോ, പക്ഷെ ആത്മീയത മസ്റ്റാണ്. ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരിക്കണം. ഞാൻ ഇരിക്കുന്ന ഓരോ ഉപ്പമാരോട് സ്നേഹത്തിൽ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ മക്കളോടുള്ള ഈ ഹക്ക് വീട്ടിയവരാണോ? ഒരു പക്ഷേ പേര് നന്നാക്കിയിട്ടുണ്ടാകാം, നല്ല കുടുംബത്തിൽ നിന്ന് ദീനിയത്താകുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടാകാം, പക്ഷെ മക്കൾ കൊടുക്കേണ്ട മതബോധത്തിന്റെ വിഷയം വരുമ്പോ നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ടാകും. ബാഖബി ഉസ്താദിന്റെ ശൈഖുനയുടെ വാപ്പയും ഉമ്മയും സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്റെ പ്രിയപ്പെട്ട മകനെ തെരഞ്ഞെടുത്തു വിട്ടത് ആത്മീയതയുടെ മേഖലയിലാണ്. ഈ നാട് നൽകുന്ന ആദരവ് സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, നമ്മുടെ മക്കളെ ഇത്തരത്തിൽ ആലിമാക്കാൻ വേണ്ടി ഒരാളെയെങ്കിലും നമ്മൾ നിയ്യത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ നാട്ടിൽ ധാരാളം ആലിമീങ്ങൾ ഉണ്ടാവട്ടെ, ധാരാളം മുതഅല്ലിമീങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വയുഅല്ലിമഹുൽ കിതാബ്. പരിശുദ്ധമായ ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്. ഈ 3 കടമകളും മകനങ്ങോട് കേട്ട് കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ മകന് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, ഇന്ന അബീ ഹാദാ യഖുനി, എന്നെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ പ്രയാസപ്പെടുത്തിയത് എന്നെ വാപ്പയാ. എന്നെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തിട്ടില്ല. ഇന്ന അബീ മസ്തൻജബ ഉമ്മീ, വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹാ ബി400 ദറാഹിമ, 400 ദിർഹമിന് എന്റെ ഉമ്മയെ സ്വന്തമാക്കിയതാണ്. കമ്പോളത്തിൽ വിൽക്കാൻ വെച്ച കച്ചവട ചരക്കായിരുന്നു, അടിമസ്ത്രീയായിരുന്നു ഉമ്മയെ. എന്റെ വാപ്പ 400 ദിർഹം കൊടുത്തുകൊണ്ട് സ്വന്തമാക്കിയതാണ്. സാലിഹത്തായ പെണ്ണല്ല എന്റെ ഉമ്മ. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, ഏതെങ്കിലും നല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അവിടെ സപ്ലയറായി നിൽക്കുന്നതായ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടുകൊണ്ട് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നവരെ, ചൈനക്കാരി പെണ്ണാണ്, നല്ല സൗന്ദര്യമുണ്ട് എന്ന് കരുതി അവളെ വിളിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ തുനിയുന്നവരെ, നിനക്കൊരു കുടുംബമുണ്ട്, നിനക്കൊരു തറവാട്ട് മഹിമയുണ്ട്, നീ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണത നീ ചെയ്യരുതേ. അയ്യല്ലായതസവ്വജ ഇംറഅതൻ ദനിആ, താഴ്ന്ന കുലത്തിൽപ്പെട്ട പെണ്ണിനെ നീ വിവാഹം ചെയ്യരുതേ. 18 വയസ്സുള്ള സഹോദരി, നിന്റെ വാപ്പയും ഉമ്മയും നിനക്കിതാ ഒരു മരുന്ന് കണ്ടുവച്ചിരിക്കുകയാണ്. നല്ല തറവാട്ടി മഹിമയുള്ള, നല്ല ദീനീബോധമുള്ള, നല്ല അച്ചടക്കമുള്ള, നമസ്കാരം ശീലിച്ചിട്ടുള്ള, നോമ്പുകൾ നോക്കുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന, മഹല്ലുകളിൽ കൃത്യമായി ജമാഅത്തുകൾ പങ്കെടുക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന് ഇതാ നിന്റെ
നിന്റെ വാപ്പയും ഉമ്മയും നിനക്ക് വേണ്ടി തെരഞ്ഞു വെച്ചിരിക്കേ, അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ചങ്ങാത്തം കൂടുന്നവരെ, അവരുമായി ബന്ധം പുലർത്തുന്നവരെ, അവരെ പ്രേമിക്കുന്നവരെ, അവരുമായി അനുരാഗം വെച്ച് പുലർത്തുന്നവരെ, ഇസ്ലാം മതത്തിൽ തന്നെ മാതാപിതാക്കൾ പറയാത്ത അന്യ ചെറുപ്പക്കാരുമായി ബന്ധം പുലർത്തുന്നവരെ, അവരുമായി നിങ്ങൾ ബന്ധം വെച്ചാൽ, അവരുമായി നിങ്ങൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹു നിനക്ക് നൽകുന്ന മക്കളോട് നീ കടമ നിർവഹിച്ചവനല്ല. നബിയുനാ റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ മകൻ പറയുകയാണ്, എന്റെ വാപ്പ എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്, വിലക്കെടുത്തതാണ്, എന്നോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല. വമാ ഹസ്സന ഇസ്മി, എന്റെ പേര് വാപ്പ നന്നാക്കിയിട്ടില്ല. സമ്മാനി ജാല, വാപ്പ എനിക്ക് വെച്ച പേര് ജാല എന്നാണ്, കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാ. എന്റെ വാപ്പ എന്നോടുള്ള ഹക്ക് വീട്ടിയിട്ടില്ല. പേരൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, ജഅല, പക്ഷെ അർത്ഥം എന്താ? കരിവണ്ടി എന്നാണ്. അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെ നമുക്കിടയിലുണ്ട്, നമ്മൾ ഊറിച്ചിരിക്കണ്ട. നമ്മുടെ മക്കൾക്കൊക്കെ ഒരു പക്ഷേ ഈ പേരായിരിക്കും. അർത്ഥം എന്താന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വാ വിളിക്കും, എന്തെങ്കിലും ഒരു പേരങ്ങിടുക. ആരോട് ചോദിക്കുന്നില്ല, ആലിമീങ്ങളോട് നമുക്ക് കൂടിക്കാഴ്ചയില്ല, അവരുമായി സംവദിക്കുന്നില്ല. വേറെ ഒരുപാട് വിഷയത്തിൽ കണ്ടിട്ടോ, പേരിടുന്ന വിഷയം വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആലിമ. അങ്ങനെ ആയിപ്പോയി. ആരാ പേരിടേണ്ടത്? വാപ്പയല്ലേ പേരിടേണ്ടത്. കുട്ടിയുടെ പിതാവിനാണ് പേരിടാൻ അർഹതപ്പെട്ടത്, മനസ്സിലാക്കിയിരിക്കണം. ഇത് നാട്ടുകാരെങ്കിലും കൊണ്ടുവന്ന് പേരിടല്ല. അർഹതപ്പെട്ട ഹക്കായത് അവനാണ്. അവനില്ലെങ്കിൽ അവന്റെ വല്യാപ്പ, അതായത് അവന്റെ വാപ്പ, കുട്ടിയുടെ വല്യാപ്പ എന്നർത്ഥം. ജദ്ദിലേക്ക് പോകും അവകാശം. ഇതാരെങ്കിലും പെണ്ണുങ്ങൾ നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞാൽ കൂടെ ഏൽപ്പിക്കല്ല. നമ്മളൊരു പേര് നല്ല റാഹത്തായിട്ട് ആലിമീങ്ങളോട് ചോദിച്ച് ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥം അറിഞ്ഞ് സെഷൻ ചെയ്തിട്ട് പേര് നിർവഹിക്കാം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് കുട്ടി പറയുകയാണ്, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജഅല, എന്റെ പേര് ജഅല എന്നാണ്, കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ്. എന്നോടുള്ള ഹക്ക് എന്റെ വാപ്പ വീട്ടിയിട്ടില്ല. മൂന്നാമതായി പറയുകയാണ്, വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ആയത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇതാ മകൻ പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ആ കുട്ടിയുടെ ഉപ്പയിലേക്ക് തിരിയുകയാണ്. ഉപ്പയോട് പറയുകയാണ്, മാറി നിൽക്കടാ, ഇന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഖുക്, നീ എന്നോട് പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. പക്ഷേ വഖദ് അഖഖതഹു ഖബല ദാലിക്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നീയാണ് അവനെ അതിനു മുമ്പ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. നീ അവനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവനോടുള്ള ബാധ്യതകൾ നീ നിർവഹിച്ചിട്ടില്ല. നീ വിവാഹം ചെയ്തത് പെണ്ണോ, മോശപ്പെട്ട പെണ്ണാണ്. നീ അവനെ പേര് വെച്ചതോ മോശപ്പെട്ട പേരാ. നീ അവനൊരായത്ത് പോലും പഠിപ്പിച്ചിട്ടില്ല. അവനെ ഓടിക്കുകയാണ്, വാപ്പയെ ഓടിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ മക്കളെത്തിയിട്ട് പറയും, അല്ലാഹ് എന്റെ വാപ്പ എന്നെ സ്വീകരിച്ചിട്ടില്ല, എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല, എന്റെ പേര് നന്നാക്കിയിട്ടില്ല, എനിക്ക് നല്ല ദീൻ നൽകിയിട്ടില്ല, എന്നെ മദ്രസയിലേക്ക് പറഞ്ഞേച്ചിട്ടില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതാ മക്കൾ എതിര് പറയുകയാണ്. നഊദു ബില്ലാഹ്, പരിശുദ്ധമായ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞുവിടണേ കൃത്യമായി. ഇന്ന് മുസ്ലിം സമുദായത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അധപ്പതനം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം സഹോദരങ്ങളിൽ അധിക ആളുകളും മക്കളെ മദ്രസയിലേക്ക് വിടുന്നില്ല. എന്റെ മകൾക്ക് പ്രായപൂർത്തിയെത്തി ഉസ്താദ് എന്ന് പറയുന്നവർ 5ാം ക്ലാസ് എത്തുമ്പോൾ മദ്രസയിലേക്ക് വിടാതെ പിടിച്ചു വെക്കുന്നവരെ, എന്നാൽ കോളേജ് തലത്തിൽ വരെ ഭൗതിക വിദ്യാഭ്യാസം നുകരാ മകളെ പറഞ്ഞേക്കുന്നവരെ,
അവിടെ പ്രായപൂർത്തി പ്രശ്നമല്ലാത്തവരെ മക്കൾക്ക് ദീനീബോധം നഷ്ടപ്പെടുത്തരുതേ. വീടിനകത്തല്ലെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ ട്യൂഷൻ വെക്കുന്നുണ്ടെന്ന് പറയുന്നവരെ മദ്രസ വിദ്യാഭ്യാസം പോലെ ഒരിക്കലും ട്യൂഷനാകുകയില്ല. പകരം വെക്കാൻ പറ്റാത്തതാണ് മദ്രസ. അവിടെ നിന്ന് പഠിക്കേണ്ടത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. തീർച്ചയായും നമ്മുടെ മക്കളെ പറഞ്ഞേക്കണേ. മദ്രസ കഴിഞ്ഞിട്ട് കൂടുതൽ നിങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ട്യൂഷൻ മാത്രമായി ആസ്വദിക്കരുതേ. പണ്ട് എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര മക്കളുണ്ട്. മോൻ എത്രയിലാ മദ്രസ പഠിക്കുന്നത്? എത്രയിലാന്ന് എനിക്കറിയാമാരാ. ഉസ്താദ് ഏതാണ്ടൊക്കെ എടുക്കും. അതിനെ പറയാം മദ്രസയിലല്ല, അവിടെ ട്യൂഷന് പോവാണ്. അതുകൊണ്ടാണ് അങ്ങനെ. മദ്രസയിലാകുമ്പോൾ ആ സിസ്റ്റമായിട്ട് കൃത്യമായിട്ട് പോവാൻ. ഒരാൾ ദർസിൽ പോകുന്നില്ല, ഒരു പയ്യൻ എന്ത് ചെയ്യണം? ഒരു സാധനം വീട്ടിൽ വിളിച്ച് ട്യൂഷൻ പോയിട്ട് അവൻ്റെ പഠിത്തം എങ്ങനെ ഉണ്ടാവും? അവിടെ മീസാൻ പോലും ഓയി തീർക്കൂല അവന്. അതിങ്ങനെ ഓയി തീർക്കും. 10 ട്യൂഷൻ മാസ്റ്റർ വേണമെന്ന് നിർത്തുള്ളൂ. 10 പേരെ നിർത്തും. ഒത്തുപൂർണ്ണാവൂല. കാരണം അവൻ്റെ കളി തമാശകൾക്കും അവന് ലീവ് ഉള്ളപ്പോഴൊക്കെ നേരത്തെ പറയും, സാറേ നാളെ ഉണ്ടാവില്ല ഏട്ടാ, എനിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോകണം. എന്നാ പിന്നെ ശരി, റാഹത്ത്, ടാറ്റാ ബൈ ബൈ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ പറയും അവന് പനിയാണ് കേട്ടോ ഉസ്താദ് ഇന്ന് ചായ കുടിച്ചിട്ട് പോയിക്കോ. റാഹത്ത്. ദിവസം ചായയും കടിയും കിട്ടി, ദിവസം ചായ റാഹത്ത്. ട്യൂഷനില്ല, ഓതലില്ല. അത് നടത്തിക്കോ. അത് മദ്രസയിലെ കഴിഞ്ഞിട്ട് എക്സ്ട്രാ. ഇത് ശനി ഞായർ 1/2 മണിക്കൂർ. യാ അല്ലാ, അത് മതി. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് മദ്രസയിൽ പഠിച്ചു, പിന്നെ റാഹത്തായിട്ട് എൻ്റെ മോളെല്ലാം പഠിച്ചു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പറയാൻ വേണ്ടി മാത്രം. അങ്ങനെയൊന്നും നിങ്ങൾ ദീനിനെ കബളിപ്പിക്കല്ലേ. ദീനാണിത്, നിസ്സാര വിഷയമല്ല. മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ വലിയ ചോദ്യം ഉണ്ടാവും. മക്കൾ ഖുർആൻ തുടക്കം മുതൽ ഒരിക്കലും ഓതോ? ഒരുത്തന് ഖുർആൻ എടുത്തു വെച്ചിട്ട് ഓതാൻ പറഞ്ഞ് അലിഫ് ലാം മീം സാദ്, അവനോട് ഓതാൻ പറഞ്ഞപ്പോൾ അൽമാസ് എന്ന് അവൻ ഓതുക. നല്ല രസമുണ്ട്. മദ്രസ പഠിച്ചതാ, ട്യൂഷൻ പഠിച്ചതാ. അൽമാസ് ഒന്ന് നോക്കിയപ്പോൾ നല്ല രസം. അങ്ങനെ ഉണ്ട്. മീമിൻ്റെ മേളിൽ എന്തോ ഒരു വരച്ചു വെച്ചിട്ടുണ്ട്. അൽമാസ്. ഞാൻ പറയാം, അൽമാസ് കോട്ടയ്ക്കൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ പേരാണ് അൽമാസ്. അവൻ ഇത് ശരിക്കും ഓതാൻ പറഞ്ഞു. അറിയില്ല മിക്കവർക്കും. ഞാൻ വെറുതെ പറയല്ല. കാരണം നമ്മൾ ഇതൊന്നും നിസ്സാരമായി കാണാൻ, ദീനിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. മദ്രസ വിദ്യാഭ്യാസത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളായി ജനങ്ങളിൽ പലരും മുദ്രകുത്തുമ്പോഴും അതിന് ഓശാന വെക്കുന്നതായ മുസ്ലിം സമുദായത്തിലെ ധാരാളം ആളുകളുണ്ട്. നാം പഠിച്ചു വെച്ചോ, മദ്രസ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നമ്മളെ മക്കളെ കൃത്യമായി നമ്മൾ പറഞ്ഞു വിടണം. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, മക്കളെ കൃത്യമായി വിളിച്ചെണ്ണത്തി മദ്രസയിൽ വിടണം. അതൊരു സിസ്റ്റമാറ്റിക് ആണ്, സ്കൂളിൽ വിടുന്നത് പോലെ തന്നെ. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. അത് നമുക്ക് നമ്മുടെ നാടുകളിൽ നല്ല മഹല്ലുകൾ റാഹത്തായ മദ്രസ നടക്കുന്നത് അൽഹംദുലില്ലാഹ്. മക്കൾക്ക് ദീൻ കൊടുത്തേ പറ്റൂ, അത് കൊടുക്കാതിരിക്കാൻ പാടില്ല. കൃത്യമായി ഇനി ഒരാൾ ട്യൂഷൻ എടുക്കേണ്ടത് റാഹത്തായിട്ട് സിലബസ് പോലെ തന്നെ എടുക്കുന്നുണ്ട്, കൃത്യമായി എടുക്കുന്നുണ്ട്. എന്നാ ഓക്കെ, അത് വിഷയമുള്ള കേസല്ല. ഇത് വെറുതെ പേരിന് ആഴ്ചയിൽ 1/2 മണിക്കൂർ, അതാകാൻ പാടില്ല. നാളെ മക്കൾ നമുക്കെതിരായി പടച്ച റബ്ബിന്റെ ദർബാറിൽ സാക്ഷി നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സൽവൃത്തരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളുടെ ഇരുത്തം നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നൃത്തം കുറയ്ക്കുന്നത് വരുന്നു പറയട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനായിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിന് നൽകിയതാകുന്ന ഈ ആദരവ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, ഈ നാട്ടിലെ മഹല്ലിലെ ഭാരവാഹികൾ മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും, അബാലവൃദ്ധ ജനങ്ങളും ഒന്നടങ്കം സഹോദര സഹോദരിമാരുൾപ്പെടെ എല്ലാവരും നൽകിയൊരു ആദരവാണ്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. റബ്ബിൻ്റെ അടുക്കൽ അള്ളാഹു സംതൃപ്തിപ്പെട്ട അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു ആലിമിനെ ബഹുമാനിച്ചതിലൂടെ നാളെ ആഖിറത്തിൽ നമുക്ക് അള്ളാഹു സമുന്നതമായ സ്ഥാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ഇവരിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് എന്താ? ഇവരുടെ നടത്തം, ഇവരുടെ ഇരുത്തം, ഇവരുടെ ശൈലി, ഇവരുടെ പ്രബോധന രീതി, ഇവർ മുത്തല്ലിമായിട്ട് ഇടപെടുന്ന രീതി, ഇവരുടെ മുത്തല്ലിമീങ്ങൾ അവരാർജിച്ചെടുത്ത ഇൽമ പോലെ നമുക്കും കിട്ടണം, നമ്മുടെ മക്കൾക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇവരുടെ വഴിയിലൂടെ നടക്കുക. അതാണ് ഇത്തരത്തിലുള്ള സദസ്സിലൂടെ ആകെ നൽകുന്നതായ ഒരു ഉപദേശം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ചുരുക്കത്തിൽ മക്കളോടുള്ള ഉപദേശത്തിൻ്റെ മർമ്മപ്രധാനമായി ഈ 3 ഭാഗങ്ങൾ. അതിൽ നിർബന്ധമായ മക്കൾക്ക് കൊടുക്കേണ്ട ആത്മീയമാകുന്ന ഉപദേശം, അവർക്ക് കൊടുക്കേണ്ടതാകുന്ന ഇൽമിൻ്റെ ശൈലി, അള്ളാഹു അത് കൃത്യമായി നിർവഹിക്കാൻ, ക്രിയാത്മകമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റെടുത്തവർ എല്ലാവരും വരും. ആ ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ, റോഡിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും വരും.
ധാരാളം ആളുകൾ ഈ സദസ്സിലുള്ള ഓരോ മുഖങ്ങളും അൽഹംദുലില്ലാ എൻ്റെ പരിചയമുള്ള മുഖങ്ങൾ നാസർ സാഹിബ്, വന്നിരായ നമ്മുടെ സദർ ഉസ്താദ് സലീമിക്ക അടക്കമുള്ള കരുനാഗപ്പള്ളി ദേശത്തുള്ള ജുമായ്ക്ക് വരുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നമ്മുടെ പരീക്ഷ എടുത്ത സമയമാണ്. നേരത്തെ ഉമന്നിരായ ലത്തീഫ് ഉസ്താദ് സൂചിപ്പിച്ചു, വിനീതൻ്റെ ഡേറ്റ് ഇന്നത്തേക്കാണ് കിട്ടിയത്. അത് വെച്ചിട്ടാണ് എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ മാസവും നേരത്തെ തന്നെ ബുക്കിടാണ്. ഒരുപാട് സ്ഥലം ഇപ്പോൾ ഈ ഇരിപ്പക്കുളം മഹല്ലിൽ തന്നെ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിലേക്ക് 3 വർഷമായിട്ട് അവർ അടുപ്പിച്ച് വന്നിട്ട് സാധിച്ചില്ല. ലാസ്റ്റ് ഉസ്താദിനിങ്ങനെ ആദരിക്കുന്നു കണ്ടപ്പോൾ മാർച്ചിൽ പരീക്ഷയുടെ സമയമാണ്. ആ സമയത്ത് പൊതുവെ എല്ലായിടത്തും വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്തേക്ക് കുറച്ച് വിടവ് വന്നത് അതിങ്ങനെ നീക്കി വെച്ചപ്പോഴത്തേക്കാണ് എന്നാൽ പിന്നെ ആ ഡേറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് നൽകിയതാണ്. അൽഹംദുലില്ലാ നമ്മുടെ സദസ്സ് സജീവമായിരുന്നു. പരീക്ഷ വളരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. SSLC പരീക്ഷയിലൊക്കെ അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് അടുത്ത് വരും, എല്ലാവരും വരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. പരീക്ഷയിൽ അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും യാ ഹയ്യു യാ ഖയ്യൂം 41 പ്രാവശ്യം വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ചെല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം. പരീക്ഷയിൽ നല്ല ഓർമ്മശക്തിയും നല്ല പരീക്ഷ എളുപ്പമാകുന്നതിനും റാഹത്തായ നിലയിൽ എഴുതുന്നതിന് വേണ്ടിയുമുള്ള ഒരു ദിക്റാണത്. യാ ഹയ്യു യാ ഖയ്യൂം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. എന്നിപ്പോൾ പറയുന്നില്ല, ഒരുപാട് പോകേണ്ടി വരും. യാ ഹയ്യു യാ ഖയ്യൂം നല്ല ദിക്റാണ്. ഇസ്മുൽ ആദമാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഞാൻ ഒരുപാട് ഉസ്താദന്മാരെ ആ ദുആ ചെയ്തുകൊണ്ട് അവർ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അഥവാ ദുആരക്കുമ്പോൾ അവർ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളതിന് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ട് ദുആരക്കും. വലിയ സൂഫികളായ ഉസ്താദന്മാർ. എന്തുകൊണ്ട്? അത് ഇസ്മുൽ ആദമിൽ പെട്ടതാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അത്ര വലിയ ശ്രേഷ്ഠതാണ്. അത് ചെയ്ത് ദ്വാരുന്ന ഉത്തരം കിട്ടും, ഉറപ്പാണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അത് 41 പ്രാവശ്യം വലത് കൈ നെഞ്ചിൽ വെച്ചിട്ട് ചെല്ലുക എല്ലാ ദിവസവും. പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതിനുശേഷം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക, ഈ ദുആ 3 പ്രാവശ്യം. അങ്ങനെയാണ് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക, അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. അല്ലാഹുവേ, നിന്റെ അറിവ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് എന്ന് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് ഊതുക. ഇശ്ഫി 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 3 പ്രാവശ്യം. നല്ല ഓർമ്മ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് നിത്യമായി ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സിൽ ഒരുപാട് ആളുകൾക്ക് ദ്വാരൊക്കെ ഉണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുനോട് തോതി പഠിച്ച തന്നെ ഒരുപാട് മുത്തല്ലിമീങ്ങൾ ഉസ്താദുമാർ തന്നെ മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവിൻ്റെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഉസ്താദിൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. ഈ സദസ്സിൽ വന്നു ചേർന്ന ഒരുപാട് സഹോദര സഹോദരിമാരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. മർഹൂം മുഹമ്മദ് കുഞ്ഞ് സാഹിബ് കാവനാട്ട്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ധാരാളം ഉസ്താദുമാർ അൽഹംദുലില്ലാ സേവനം ചെയ്ത മഹല്ലാണ് നമ്മുടെ ഇലിപ്പക്കുളം മഹല്ല്. ആത്മീയമായി നല്ല ഉയർച്ചയുള്ളൊരു മഹല്ലാണ്. അള്ളാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. 7 കൊല്ലം മുമ്പ് 5-8 കൊല്ലം മുമ്പാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മഹലിൽ ഒരു ഹജ്ജിനൊരു ക്ലാസ്സിന് അൽഹംദുലില്ലാ വരാൻ സൗഭാഗ്യം. ഹജ്ജിൻ്റെ ഒരു യാത്രയപ്പിന് നമ്മളെ മദ്രസയിൽ വെച്ചാണ്, ഇലിപ്പക്കുളം മഹലിൽ മദ്രസയിൽ. അന്ന് ഭക്ഷണം നൽകിയ സ്നേഹമുള്ള ഒരുപാട് സഹോദരങ്ങളടക്കം ഉണ്ടാവും ഈ സദസ്സിൽ. അള്ളാഹുരെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ ഒരു ബന്ധു നമ്മുടെ ഇവിടെ കൊണ്ട് കുടുംബത്തിൽ ബഹുനിരായ ഇവിടെ താഹ എന്ന് പറയുന്ന എന്താണ് കുടുംബ പേര്? വെട്ടത്ത്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വെട്ടത്ത് വീട്ടിൽ അള്ളാഹുവിനെ കബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മുത്തുമ്മയുടെ മകളാണ് മൈമൂനത്ത്. അവരുടെ മക്കൾ ഒക്കെ ഈ സദസ്സിലുണ്ടാവും. അള്ളാഹുവിനെ സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹം ഗൾഫിലാണ് ഇപ്പോൾ. അള്ളാഹുരുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മളിലൊക്കെ ഉള്ള അള്ളാഹു ആത്മീയത അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ബഹുനിരായ നമ്മുടെ ഷെയ്ഖുനായ അള്ളാഹു കബൂലാക്കട്ടെ. ഈ സദസ്സിൽ ഇത്രയും നേരം നമ്മൾ രാത്രി 12 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയം അത്രയും നമ്മൾ ഇരുന്നത് അള്ളാഹുവിൻ്റെ ദർബാറിൽ അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രായം ചെന്ന ഉസ്താദുമാരുണ്ട്, ഒരുപാട് മുത്തല്ലിമീങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് അതിൻ്റെ അനുവാദത്തോടെ ഇൻഷാ അല്ലാഹ് ദുആ രക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
അപ്പോൾ മറന്നു പോകേണ്ട, പരീക്ഷയുടെ കാര്യം, ദിക്റിൻ്റെ കാര്യം മറക്കരുത്. യാ ഹയ്യു യാ ഖയ്യൂം 41. അതിനുശേഷം കൈ നെഞ്ചിൽ വെച്ചിട്ട് തന്നെ ആകണം. അതിൻ്റെ നിബന്ധനയാണ്, ഷർത്താണത്. എന്നിട്ട് കൈക്ക് ഒരാൾക്ക് സുഖമില്ലാതെ പോയാൽ വിഷയമല്ല, അല്ലാതെ സാന്ദർഭികമായി കഴിവുള്ള ഒരാൾ സംബന്ധിച്ചിടത്തോളം നെഞ്ചിൽ വെക്കണം. എന്നിട്ട് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫത്തിക 3 പ്രാവശ്യം. അതിനുശേഷം ഇഷ്ഫ് എന്ന് നെഞ്ചിലേക്ക് ഊതുക, 3 പ്രാവശ്യം തന്നെ ഊതുക. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ അതിനു വേണ്ടി നിർബന്ധിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു കൊല്ലം ഇൻഷാ അല്ലാഹ് വീണ്ടും വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹലിൻ്റെ തന്നെ ഇവിടെ അടുത്ത് തന്നെ KMA എന്തൊരു സംഘടന ഉണ്ടല്ലോ, നമ്മുടെ KMA അല്ലേ, സംഘാടകരൊക്കെ വന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ മഹലിലും ബന്ധപ്പെട്ടാണ്. അൽഹംദുലില്ലാഹ് എന്തായാലും മഹലിൻ്റെ ഭാഗത്ത് തന്നെ എത്തി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇനി ഇതുവരെ ക്ലാപ്പന ഭാഗത്തിന് കൊടുക്കേണ്ടതുണ്ട്, നേരെ അപ്പുറ ഭാഗം ഇൻഷാ അല്ലാഹ് അത് കൊടുക്കണം. മുമ്പ് പ്രളയത്തിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം കൊടുത്തതാണ്, പക്ഷേ പ്രളയം വന്നപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാരണം അത് മാറ്റി വെച്ചതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുള്ള അള്ളാഹു സാധൂകരിക്കട്ടെ. ദഅവത്ത് ഓഫ് കുമ്മനം അസ്ഹരി എന്നുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വിനീതനുണ്ട്. അപ്പോൾ എല്ലാ ദിവസവുമുള്ള പ്രസംഗങ്ങൾ അതിൽ ലൈവായി ഉള്ളത്, ലൈവിൻ്റെ വീഡിയോ കിട്ടും, അല്ലാത്തതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കിട്ടും. അത് ഇൻഷാല്ലാഹ് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പം നാളെ രാത്രി ഇനി കാസർഗോഡ് പോകും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കാസർഗോഡ് കർണാടകയായിരുന്നു. വ്യാഴാഴ്ച അഥവാ ഇന്നലെ എത്തി. ഇന്നലെ എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ നിക്കാഹായിരുന്നു, അതുകൊണ്ടാണ് പള്ളിയിൽ വരാതിരുന്നത്. പിന്നെ ചിലരെയൊന്നും കരുനാപ്പള്ളിക്കാരെ വിളിച്ചിട്ടില്ല, കാരണം ഇവരെല്ലാവരും സ്വർണ്ണമൊക്കെ ആയിട്ട് വന്ന് ബുദ്ധിമുട്ടാക്കും, അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല. ഒരുപാട് പേരെ വിളിച്ചിട്ടില്ല, പരാതി ഉണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പരിഹരിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സലീമിക്കാക്ക പരാതിയുള്ള കൂട്ടത്തിലാണ്, മനസ്സുകൊണ്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ കരുതുന്നുണ്ടോ. പെൺകുട്ടിയുടെ കല്യാണം വേണ്ടാണ്, ആൺകുട്ടിയുടെ ആകുമ്പോൾ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും വരാമല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ, ഖൈറിലാക്കട്ടെ. വളരെ ചുരുക്കി വെള്ളിയാഴ്ച ദിവസം നടത്തി. വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞ് അത് ജുമായ്ക്ക് മുമ്പായിട്ട് നിക്കാഹ് കർമ്മവും അതിനുശേഷം ചെറിയ ഭക്ഷണ പരിപാടി, അങ്ങനെയായിരുന്നു. എൻ്റെ വിവാഹം വെള്ളിയാഴ്ചയായിരുന്നു, അപ്പോൾ അതേപോലെ തന്നെ വെള്ളിയാഴ്ച തന്നെ ചെറിയൊരു കർമ്മം. മാത്രമല്ല ഈ പരീക്ഷയുടെ ഇടയ്ക്കുണ്ടായതുകൊണ്ട് പിന്നെ എല്ലാവരും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എൻ്റെ രീതി. അതുകൊണ്ട് ഇന്നലെ ലീവാക്കി. ഇന്ന് അൽഹംദുലില്ലാഹ് നാളെ ഇനി രാത്രിയിൽ കാസർഗോഡ് പോവാണ്. നാളെ കാസർഗോഡ്, പിന്നെ 2 ദിവസം കർണാടകയാണ്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. അപ്പോൾ എല്ലാ ദിവസമുള്ള വഅദ് ഇൻഷാ അല്ലാഹ് അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലൊരു നമ്പർ ഞാൻ പറയും. മൊബൈലുള്ളവരൊക്കെ, വാട്സാപ്പ് ഉള്ളവർ ആ നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. മൊബൈൽ നമ്പർ പറയുകയാണ് 73. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ ഡെയിലി ഉള്ള പ്രസംഗം കിട്ടും. അപ്പോൾ റാഹത്താണ്. 73 56 611 386 നമ്പർക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. കുമ്മനം ഉസ്താദിൻ്റെ പേജിൽ ചേർക്കുന്നൊരു മെസ്സേജ് കൊടുത്താൽ മതി. ഒന്നുകൂടെ പറയാം, 73 56 611 386. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ നമ്പറല്ല, പേജ് നോക്കുന്ന അഡ്മിൻ്റെ നമ്പറാണ്. അവർക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഏകദേശം 20,000-ഓളം ആളുകളായി. 75ഓളം ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. അതിലേതെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെയും കൂടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഒന്ന് റാഹത്തായിട്ട് എല്ലാവരും ഉറക്കെ ചൊല്ലും. എല്ലാവരും ഒരു ഉണർവിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. ഇവിടെ ടൈറ്റാനിയം ഗ്രൗണ്ട് അറിയില്ല എല്ലാവർക്കും. അവിടെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 27-ന് പ്രഭാഷണമുണ്ട്. കഴിയുന്നില്ല, അപ്പോൾ സ്കൂൾ അവധിയാണ്. നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ വരാൻ, പരീക്ഷ എഴുതുന്ന നമ്മുടെ ഇപ്പോഴത്തെ മക്കളെല്ലാം കൂട്ടി ഇൻഷാ അല്ലാഹ് വരാൻ സാധിക്കും. വലിയ ഒരു വേദിയാണ്. ഏപ്രിൽ 27 ടൈറ്റാനിയം. അതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ തേവലക്കര മുതലുള്ള ഒരുപാട് ഭാഗങ്ങൾ ആളുകൾ, അവർക്കെല്ലാവർക്കും സൗകര്യമായിട്ട് ഒരുപാട് സംഘാടകർ കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അതിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെല്ലാം കൂട്ടി ഇൻഷാ അല്ലാഹ് എന്ന് വരണം. ഏപ്രിൽ 27 അടുത്ത മാസം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ വഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്.
سبحان الأبدي الأبد سبحان الواحد الأحد سبحان الفرد الصمد سبحان رافع السماء بغير أمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق وحصاهم مددا سبحان من قسم الأرزاق ولم ينس أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرج الهموم ويا مفرج الهموم والغموم فرج همومنا وغمومنا يا الله يا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من فنيت برحمتك يا الله ويا أرحم الراحمين أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ ഹൃദയത്തിൽ നഖന്നെ നീക്കം ചെയ്യണേ അല്ലാ അഹങ്കാരത്തെ നീക്കണേ അല്ലാ ലോകമാന്യത നീക്കണേ റബ്ബേ നിന്റെ മാരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ ഞങ്ങളുടെ നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാ ഇവിടെ വന്നു ചേർന്ന സഹോദര സഹോദരിമാർ ഈ പരിപാടി സംഘടിപ്പിച്ച ശൈഖുനിയുടെ ശിഷ്യന്മാരടക്കം സർവരുടെയും നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നീ സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ സഹോദരങ്ങളെ സഹോദരിമാരെ മക്കളെ കിട്ടണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അല്ലാ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വയസ്സ് 40 കഴിഞ്ഞു 50 കഴിഞ്ഞു 60 കഴിഞ്ഞു 70 കഴിഞ്ഞു അല്ലാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥന ഒരൊറ്റ ചോദ്യം മാത്രമാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ അല്ലാഹുവേ പടച്ച റബ്ബേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ കാരണം മകൻ സാലിഹായത് കൊണ്ടേ രക്ഷയുള്ളൂ അവനെ ഖബറിന്റെ സമീപത്തേക്ക് വരികയുള്ളൂ അവനെ നാളെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയുള്ളൂ വിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിക്കാൻ വിടണേ അല്ലാഹുവേ ഹിഫ്ളിന് വേണ്ടി പറഞ്ഞയച്ച മക്കളുണ്ട് ഇൽമിന് വേണ്ടി പറഞ്ഞയച്ച മക്കളുണ്ട് ഉഖറവിയായ ആലിമീങ്ങളിൽ മുത്തഅല്ലിമീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ചാരത്ത് പഠിക്കുന്ന മക്കൾക്ക് നീ നാഫിയായിലും നീ ഏറ്റി കൊടുക്കണേ അല്ലാ അവിടുന്ന് പഠിച്ചിറങ്ങി വിദ്യാർത്ഥികളാകുന്ന എത്രയോ
സഹോദരങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട്. നീ ഉഖറവിയായ ആലിമീങ്ങൾ ചേർക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിലും ഈ നാട്ടുകാരുടെ കുടുംബത്തിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും നീ സാലിഹായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഭാര്യ പ്രസവിക്കാനെടുത്തിരിക്കുകയാണ്, ഞാൻ അവൾക്ക് കുങ്കുമപ്പൂ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വെളുപ്പിച്ചേക്കണേ എന്ന് പറയുന്നവരെ, അതല്ല പടച്ച റബ്ബിനോട് പറയേണ്ടത്. അല്ലാഹുവേ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ പഠിക്കേണ്ടത് ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബിക്ക് അല്ലാഹു നൽകിയ മകനെ പറ്റി ഖുർആൻ തന്നെ പറയുകയാണ്, ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതാകുന്ന തഖ്വയുള്ള മകനെ അല്ലാഹു നൽകുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർളിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, ഇബ്രാഹിം നബിക്ക് നൽകിയ മകനെ കുറിച്ച് നിങ്ങളൊന്ന് സ്മരിക്കണേ, അദ്ദേഹത്തിന്റെ മൗലിദ് ഓതണേ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളൊന്നറിയണേ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ അല്ലാഹു ഇസ്മായിൽ എന്ന പൊന്നുമോനെ കുറിച്ച് പറയുകയാണ്, ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം, റസൂലുമാണ്, നബിയുമാണ്. അദ്ദേഹം തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കാറുള്ള വ്യക്തിയാണ്. സാലിഹായ വ്യക്തിയുടെ അടയാളമാണത്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. മക്കളെ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് വേണ്ടി വിളിച്ചു കൊണ്ടുവരുന്നതായ രക്ഷിതാക്കളുണ്ടോ? രക്ഷിതാക്കളുണ്ടോ? മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നവരുണ്ടോ? 7 വയസ്സെത്തിയ മകനോട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്നവരുണ്ടോ? 10 വയസ്സെത്തിയിട്ട് നിസ്കരിക്കാത്ത മകനെ അടിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടോ? സന്തോഷിക്കണേ, സന്തോഷിക്കണേ. മാതാപിതാക്കളുടെ കടമയാണ്, കടമയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട മനുഷ്യനാണ്, മനുഷ്യനാണ്. ആരാണ് പറയുന്നത് സഹോദരാ? അല്ലാഹു തന്നെ പറയുകയാണ്, വകാന ഇൻദ റബ്ബിഹി മർളിയാ. സംതൃപ്തിപ്പെട്ട മനുഷ്യനായി അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ പൊന്നുമോൻ 7 വയസ്സുള്ള സമയത്ത് വാപ്പയിതാ മെനയുടെ താഴ്വാരത്തേക്ക് ഒരു കയ്യിൽ കയറും കത്തിയും എടുത്തുകൊണ്ട് മറുകൈയിൽ മകനെയും പിടിച്ചുകൊണ്ട് അറക്കാൻ വേണ്ടി മെനയുടെ താഴ്വാരത്തേക്ക് ഒരു ദുൽഹിജ്ജയുടെ 10 പോയപ്പോ, മുസ്ലിമീങ്ങൾക്ക് 2 പെരുന്നാളിന്റെ സുദിനമുണ്ട് എങ്കിൽ അതിലൊരു പെരുന്നാൾ ചെറിയ പെരുന്നാളാണ് എങ്കിൽ മറ്റൊരു പെരുന്നാളിന്റെ ആഘോഷം വലിയ പെരുന്നാൾ ആഘോഷമാണ് എങ്കിൽ എന്താണ് മുസ്ലിമേ ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസം ഒരു സാലിഹായ കുട്ടിയുടെ വർത്തമാനത്തെ ചൊല്ലിയുള്ള കഥയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാതാവിന്റെ പരിശുദ്ധമായ കഥകളാണ് ഖുർആൻ പറയുന്നത്. വാപ്പയുടെ മിനയുടെ താഴ്വാരത്തേക്ക് എത്തിയപ്പോൾ മകനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, പൊന്നുമോനെ, വാപ്പയിതാ നിന്നെ അറക്കാൻ പോയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് നിന്റെ വർത്തമാനമെന്ന് ചോദിക്കുമ്പോ സാലിഹായതുകൊണ്ട് മകനെ പറയുകയാണ്. വാപ്പയോടൊരു സാലിഹായ പൊന്നുമോ വിളിച്ച് പറയുകയാണ്, യാ അബതി ഫഅൽ മാ തുമർ. അല്ലയോ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ ഉപ്പാ. അല്ലാഹു കൽപ്പിച്ചതെന്നെ അറക്കാനാണ് എങ്കിൽ 7 വയസ്സുള്ള പൊന്നുമോ വാപ്പയോട് പറയുന്ന വാക്കാണ്, വാപ്പാഹുവേ പടച്ച റബ്ബ് വാപ്പയോട് കൽപ്പിച്ചതെന്നെ അറക്കാനാണ് എങ്കിൽ വാപ്പാ ചെയ്യണേ വാപ്പാ. ഞാനതിന് നിന്ന് തരുന്നു. കടക്കണോ കടന്നു തരുന്നു. എന്റെ മുഖമൊന്ന് തിരിക്കണേ. വാപ്പയ്ക്ക് എന്റെ മുഖം കാണുമ്പോ അറക്കാതിരിക്കാൻ തോന്നിയെങ്കിലോ പടച്ച റബ്ബിന്റെ തീരുമാനം അതാണ് എങ്കിൽ ഞാനിതാ ബലിയറക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ മുന്നിൽ അടങ്ങി കൊടുത്ത പൊന്നുമോനെ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെയുള്ള മകനല്ലയോ? ഇതുപോലെ ഒരു മകനെ കിട്ടാൻ കാരണം എന്താണ്? വയസ്സ് 70 കഴിഞ്ഞിട്ടും അല്ലാഹുവിനോട്
ഇബ്രാഹിം നബി ചോദിച്ചൊരൊറ്റ ചോദ്യമാണ്, വെളുത്ത കുട്ടിയെ താള്ള എന്നല്ല, എന്റെ അനിയത്തിക്ക് കുട്ടിയുണ്ടായത് വെളുത്തതാണ്, അതുകൊണ്ട് എന്റെ ഭാര്യയുടെ കുട്ടിയും ഒന്ന് വെളുപ്പിക്കണേ അല്ലാ എന്നല്ല ചോദിക്കുന്നത്. സഹോദര, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട സംശുദ്ധതയാണ്. പടച്ച റബ്ബേ സാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതുപോലെയല്ലേ സക്കരിയ നബി ചോദിച്ചത്? ഖുർആൻ വിശദീകരിക്കുന്നില്ലയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, ത്വയ്യിബായ പരിശുദ്ധനായ പൊന്നുമോനെ എനിക്ക് നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്ന സക്കരിയ നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറാ വനബിയ്യൻ മിനസ് സാലിഹീൻ. സാലിഹായ ഒരു കുട്ടിയെ നൽകിക്കൊണ്ട് അല്ലാഹു ഇദാ യഹ്യ എന്ന പൊന്നുമോനെ നൽകിക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചില്ലയോ? അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകേണ്ടതല്ല, എന്റെ മകനെ നീ സാലിഹാക്കണേ അല്ലാ. എന്തിനാണ് സഹോദരാ ഖുർആൻ പഠിപ്പിച്ചത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സന്താനങ്ങളെ നിനക്ക് കൺകുളിർമയാകുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ, ഭാര്യമാരാക്കണേ അല്ലാ. ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇലിപ്പക്കുളത്തുള്ള ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കണേ, ഓരോ ചെറുപ്പക്കാരും പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാണ് മക്കൾ, നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് മക്കള്. ആ മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടണേ. ഒരു മകൻ ആലിമാകട്ടെ, ഒരു മകൻ ഹാഫിളാകട്ടെ, ഒരു മകൻ ഡോക്ടറേറ്റ് എടുക്കട്ടെ, ഒരു മകൻ എഞ്ചിനീയർ ആകട്ടെ, ഒരു മകൻ കൂലിത്തൊഴിലാളി ആയാലും, ഒരു മകൻ ജീവിതത്തിന്റെ അന്ത്യം വരെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്ത് എടുത്തു കൂടുന്നവനായാലും സന്തോഷിക്കുക, സന്തോഷിക്കുക. കാരണം നിങ്ങളുടെ മക്കളെ ഓരോരോ ഭാഗത്തേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടവരാണ്. ആലിമായ മകനാകട്ടെ, മുത്തല്ലിമാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടറേറ്റ് എടുത്തവനാകട്ടെ, എല്ലാവർക്കും ഇൽമ കൊടുക്കണേ. ഇൽമ അടിസ്ഥാനമാണ്. എത്ര വലിയ സമുന്നതമാകുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ വണ്ടി കയറ്റി വിടുമ്പോഴും വാപ്പ കരുതണ്ട പാടം, എന്റെ മകൻ നിസ്കരിക്കുന്നുണ്ടോ, എന്റെ മകൻ നോമ്പ് പിടിക്കുന്നുണ്ടോ, എന്റെ മകനെ പരിശുദ്ധ റമളാൻ കടന്നു വരുകയാണ്, ആ റമളാനിൽ കൃത്യമായി ഹോസ്റ്റൽ റൂം അനുഷ്ഠിക്കുമോ, അതിന് നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അത്താഴം കഴിക്കുന്ന സാഹചര്യമുണ്ടോ, അവൻ നമസ്കാരം ചിട്ടവെക്കുന്നവനാണോ, അവൻ തറാവീ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാണോ, അവൻ തഖ്വയിലധിഷ്ഠിത ജീവിതം നയിക്കുന്നുണ്ടോ, അവൻ കള്ളുകുടിച്ചുകൊണ്ട് കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്നുണ്ടോ? എന്റെ പൊന്നുമോളെ MBBS ഞാൻ തിരുവനന്തപുരത്തേക്ക് വിട്ടിട്ടുണ്ട്. അവൾ കൂട്ടുകാരികളുമായി കള്ളുകുടിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്ന പൊന്നുമോളാണോ? അതല്ല പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നുകർന്ന് ആത്മീയമാകുന്ന മേഖലകളിലേക്ക് കടക്കുന്ന പൊന്നുമോളാണോ? ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ തീർച്ചയായും മക്കൾ നമുക്കെതിരാകുമേ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. സാലിഹായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ അല്ലാ. മുഖ്ലിസീ